ഹായ് ഓൾ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ: two schools P and Q decided to award prizes to the students for two games of hockey, rupees X per student, and cricket, rupees Y per student. അപ്പോൾ രണ്ട് സ്കൂൾസ് ഉണ്ട്, പിയും ക്യൂവും. അവിടെ പേര് പറഞ്ഞിട്ടില്ല. രണ്ട് ഗെയിംസിനാണ് അവർ സ്റ്റുഡൻസിന് കാശ് കൊടുക്കുന്നത്, ഹോക്കിക്കും ക്രിക്കറ്റിനും. ഹോക്കിക്ക് റുപ്പീസ് ഒരു സ്റ്റുഡൻസിന്, ഇപ്പം നമ്മൾ പറയില്ല ഒരു സ്റ്റുഡൻറ്റിന് 100 റുപ്പീസ് കൊടുക്കുക, അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റുഡൻറ്റിന് X റുപ്പീസും ക്രിക്കറ്റിന് ഒരു സ്റ്റുഡൻറ്റിന് Y റുപ്പീസുമാണ് കൊടുക്കുന്നത്. ടോട്ടൽ ഫീ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 9500 ആണ്. അപ്പോൾ ഹോക്കിയുടെ ക്യാഷ് എന്ന് പറയുന്നത് റുപ്പീസ് Xും ക്രിക്കറ്റിൻ്റെ ക്യാഷ് എന്ന് പറയുന്നത് Yയും ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഫോർ 2 ഗെയിംസ് ടു 5 and 4 സ്റ്റുഡൻസ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ആദ്യത്തെ ഇതിൽ 5 സ്റ്റുഡൻസിനും പിന്നത്തേൽ 4 സ്റ്റുഡൻസിനുമാണ് ഉള്ളത്. പിയുടെ ഇതിൽ 5 സ്റ്റുഡൻസും ക്രിക്കറ്റിന് 4 സ്റ്റുഡൻസും. ഇനി ക്യൂ എന്താ ചെയ്തിരിക്കുന്നത്? വൈൽ ക്യൂ ഡിസൈഡഡ് ടു അവാർഡ് 7370 ഫോർ 2 ഗെയിംസ്. രണ്ട് ഗെയിംസിനും കൂടി ക്യൂ കൊടുക്കാൻ തീരുമാനിച്ചേക്കുന്ന എമൗണ്ട് 7370 ആണ്. അതിൽ ക്യൂവിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹോക്കിക്ക് 4ഉം മറ്റേ ക്രിക്കറ്റിന് 3ഉം ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ റെപ്രസെൻറ്റ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഓൾജിബ്രൈക്ലി ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ. ഇത് നമ്മുടെ 3rd ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എക്സും വൈയും ആയിട്ട് ഇത് ചെയ്യുക. പിന്നെ പ്രൈസ് എമൗണ്ട് ഫോർ ഹോക്കി കണ്ടുപിടിക്കുക. ഹോക്കിയുടെ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ക്രിക്കറ്റിൻ്റെയും കണ്ടുപിടിക്കണം. പിന്നെ പ്രൈസ് എമൗണ്ട് ഓൺ വിച്ച് ഗെയിം ഈസ് മോർ ആൻഡ് ബൈ ഹൗ മച്ച്. വാട്ട് വിൽ ബി ദ ടോട്ടൽ എമൗണ്ട് ഇഫ് ദർ ആർ 2 സ്റ്റുഡൻസ് ഈച്ച് ഫോർ 2 ഗെയിംസ്. രണ്ട് ഗെയിംസിന് ഹോക്കിക്കും ക്രിക്കറ്റിനും രണ്ടും 2 സ്റ്റുഡൻസ് വീതം വെച്ച് വന്നു കഴിഞ്ഞാൽ എത്ര രൂപയാകും? അപ്പം ആർക്കാണ് കൂടുതൽ ക്യാഷ് കിട്ടണത്, എന്തോരമാണ്, അത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ഈ ഹോക്കിയുടെ പ്രൈസ് എമൗണ്ടിനെ X ആയിട്ട് എടുക്കുക, പിന്നെ ക്രിക്കറ്റിൻ്റെ Y ആയിട്ട് എടുക്കുക. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ പിക്ക് 5 സ്റ്റുഡൻസും ഹോക്കിക്കും പിന്നെ ക്രിക്കറ്റിനും 4 സ്റ്റുഡൻസും ആണ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് കിട്ടുന്ന ക്യാഷ് X റുപ്പീസ് ആണെങ്കിൽ 5 സ്റ്റുഡൻസിന് കിട്ടുന്നത് 5X. അപ്പം Y സ്റ്റുഡൻസിന് കിട്ടുന്ന Y ആണ് ക്യാഷ് എങ്കിൽ 4 സ്റ്റുഡൻസിന് കിട്ടുന്നത് 4Y. അപ്പോൾ 5X പ്ലസ് 4Y ഈസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് 9500. ക്യൂവിന് കിട്ടുന്നത് 4X പ്ലസ് 3Y ഈസ് ഈക്വൽ ടു 7370. ഇനി നമുക്ക് ഹോക്കിയുടെ ആ എമൗണ്ട് കണ്ടുപിടിക്കേണ്ടത്, X ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സും കോഎഫിഷ്യൻ്റ് ഓഫ് വൈയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സെയിം ആക്കാലോ. അപ്പോൾ ഫസ്റ്റ് 5ഉം പിന്നെ 4ഉം ആണ്. അപ്പോൾ രണ്ടിൻ്റെയും എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് സെയിം ആക്കാനായിട്ട് നമ്മൾ ആദ്യം ഈ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒന്നുകിൽ എക്സ് കോഎഫിഷ്യൻ്റ് സെയിം ആക്കുക, അല്ലെങ്കിൽ വൈ കോഎഫിഷ്യൻ്റ് സെയിം ആക്കുക. ഇവിടെ എക്സ് കണ്ടുപിടിക്കാനുള്ളത് Y കോഎഫിഷ്യൻ്റ് സെയിം ആക്കി കഴിഞ്ഞാൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് 15Xും പിന്നത്തെ 12Yയും, ഇതിന് 9500നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28,500 കിട്ടും. ഇനി 4X പ്ലസ് 3Y ഈക്വൽ ടു 7370നും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 16Xും ഇത് വരുമ്പോൾ 12Yയും പിന്നെ വരുന്നത് 29,480. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടി സബ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് സബ്ട്രാക്ട് ചെയ്യാം. ഇപ്പോൾ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മൈനസ് എടുക്കുകയാണെങ്കിൽ ഇതും മൈനസ് ആവും, ഇതും മൈനസ് ആവും, ഇതും മൈനസ് ആവും. പ്ലസ് 12Yയും മൈനസ് 12Yയും ക്യാൻസൽ ആയിപ്പോവും. ഇവിടെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ മൈനസ് 1X ഇസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ് 980 എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ രണ്ടിടത്ത് നെഗറ്റീവ് ഉള്ളതുകൊണ്ട് നെഗറ്റീവ് ക്യാൻസൽ ആയി കഴിയുമ്പോൾ X ഇസ് ഈക്വൽ ടു 980 എന്ന് കിട്ടും. അപ്പോൾ ഹോക്കിയുടെ നമുക്ക് എത്രയാണെന്ന് കിട്ടി? 980 ആണെന്ന് കിട്ടി. ഇനി രണ്ടാമത് വെച്ചിട്ടുണ്ട് ആർക്കടെ ഗെയിം പ്രൈസ് ആണ് മോർ, ഏറ്റവും കൂടുതൽ ആർക്കാണ് കിട്ടിയേക്കുന്നത്, എന്തോരമാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എക്സ് മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, വൈയും കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സിൻ്റെ ഇതിൽ എവിടെ ആണെങ്കിലും ഫസ്റ്റ് ഇക്വേഷനിലോ സെക്കൻഡ് ഇക്വേഷനിലോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 5 × 980 പ്ലസ് 4Y ഈസ് ഈക്വൽ ടു 9500. ഈ ഇക്വേഷനിൽ ഇതിൽ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യത്തെ രണ്ടെണ്ണത്തിൽ കൊടുക്കുന്നതായിരിക്കും എളുപ്പമായിട്ട് വരുന്നത്. അപ്പോൾ ഈ 5 × 980 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് സബ്ട്രാക്ഷൻ ആയിട്ട് മാറും. 5 × 980 എന്ന് പറയുന്നത് 4900 ആണ്. When it come to RHS side, it become 9500 minus
4900. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 4y ഈക്വൽ ടു 4600 എന്ന് കിട്ടും. ദെൻ ഇഫ് യു ഡിവൈഡ് ഇറ്റ് ബൈ 4 യു വിൽ ഗെറ്റ് 1150. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4600. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 4 ടൈംസ് y ആണ് 4600. അപ്പോൾ y എന്ന് പറയുന്നത് 1500 ആണ്. ഇനി നമുക്ക് നോക്കാം ആർക്കാണ് കൂടുതൽ കിട്ടിയേക്കണത്. എക്സ് നമുക്ക് എത്രയാണ് കിട്ടിയേക്കണത്? എക്സ് ഹോക്കിയുടെ എമൗണ്ട് നമുക്ക് കിട്ടിയേക്കണത് 980 ആണ്. ഇവിടുത്തെ എമൗണ്ട് കിട്ടിയേക്കണത് 1150 ആണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും വൈയുടെ എമൗണ്ട് ആണ് കൂടുതൽ. വൈ റെപ്രസെന്റ് ചെയ്യുന്ന ക്രിക്കറ്റിനെയും എക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ഹോക്കിനെയാണ്. അപ്പോൾ എത്ര കൂടുതലാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി? ലാർജർ ക്വാണ്ടിറ്റി മൈനസ് ലാർജർ എമൗണ്ട് മൈനസ് സ്മോളർ എമൗണ്ട് സബ്ട്രാക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ 1150 മൈനസ് 980. അപ്പോൾ നമുക്ക് എത്രയാണെന്ന് കിട്ടും? 170. അപ്പം ഈ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്തോരം കൂടുതലാണ്? 170 മോർ ആണെന്ന് നമുക്ക് കിട്ടും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് വിൽ ബി ദ ടോട്ടൽ പ്രൈസ് എമൗണ്ട് ഇഫ് ദർ ആർ 2 സ്റ്റുഡൻസ് ഈച്ച് ഫ്രം 2 ഗെയിംസ്. 2 ഗെയിംസിൽ നിന്ന് 2 സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ എത്രയായിരിക്കും ടോട്ടൽ പ്രൈസ് എമൗണ്ട്? അപ്പോൾ 2x പ്ലസ് 2y ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സും കിട്ടിയിട്ടുണ്ട് വൈയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 980 പ്ലസ് 2 × 1150. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 2 × 980 എന്ന് പറയുമ്പോൾ 1960 പ്ലസ് 2300. അപ്പോൾ ടോട്ടൽ എമൗണ്ട് കിട്ടുന്നത് 4260 ആണ്. അപ്പോൾ ടോട്ടൽ പ്രൈസ് എമൗണ്ട് 2 ഗെയിംസിനും കൂടി 2 സ്റ്റുഡൻസിന് കിട്ടുന്നത് 4260 ആണ്. ഇത് എളുപ്പമായിട്ടുള്ള പ്രോബ്ലം ആണ്. ചാപ്റ്റർ 3 എന്ന് വന്നിരിക്കുന്നതാണ് ആൾജിബ്രൈക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബൈ.